നമ്മൾ കുറച്ച് കാര്യങ്ങളൊക്കെ കാട് കയറി സംസാരിച്ച് അങ്ങനെയൊക്കെ അങ്ങ് പോയി കളഞ്ഞു. വി ആർ കമ്മിങ് ബാക്ക് ടു ടോപ്പിക്. നമ്മൾ മൊറാലിറ്റിയുടെ പറയുമ്പോൾ എത്തിക്സ് സൈഡിൽ ഫൗണ്ടേഷൻസ് എന്തായിരിക്കും? വാട്ട് കുഡ് ബി ദ ഫൗണ്ടേഷൻസ് ഓഫ് എത്തിക്സ്? എന്നോട് ചോദിക്കുന്ന എനിക്ക് മനസ്സില്ല, ഞാൻ ചോദിച്ചു അങ്ങോട്ടാണ്. എത്തിക്സ് ഞാൻ പറഞ്ഞില്ല, അത് ചൈൽഡ്ഹുഡ് ആ ചെറുപ്പകാലത്തെ ഉണ്ടാവേണ്ടതാണ്. അവിടെ ഫാമിലിക്ക് ഒരു ഫാക്ടർ ഉണ്ട് ഇല്ലെന്ന് പറയാൻ പറ്റും. പക്ഷേ നമ്മുടെ എഡ്യൂക്കേഷൻ ചേഞ്ച് വരുത്താൻ ഉള്ളൂ. എഡ്യൂക്കേഷൻ ഒരുപാട് ചേഞ്ച് വരുത്താൻ അങ്ങനെ സിസ്റ്റം ഒരു മെൻ്റൽ ഡെവലപ്മെൻറ്റ് കൊണ്ടുവരാണെങ്കിൽ അത് മതി. ഇവിടെ വെറുതെ നോളജാണ് നോക്കണം, ഒരു മാനസിക വളർച്ച വരുന്നില്ല. കറക്റ്റ്. ഇപ്പം നമ്മൾ യൂണിവേഴ്സലായിട്ട് ഈ മോറൽ പ്രിൻസിപ്പിൾസ് ഒക്കെ അപ്ലൈ ചെയ്യുമല്ലോ, അത് പറ്റില്ല. എല്ലാം സബ്ജക്റ്റീവാണ്, ഓരോ സ്ഥലത്ത് മാറിക്കൊണ്ടിരിക്കും. അതല്ല ഇവിടുത്തെ ഇപ്പം ബൊളീവിയ എന്ന സ്ഥലത്ത് ചൈൽഡ് ലേബർ അലൗഡ് ആയി, കാരണം അവിടെ പൂർ കൺട്രിയാണ്. പക്ഷേ അതങ്ങനെ മാറിക്കൊണ്ടിരിക്കും, ഓരോ സ്ഥലത്തും അനുസരിച്ച് മാറും, കൾച്ചർ അനുസരിച്ച്. ഇപ്പോൾ ഇന്ത്യയിൽ തന്നെ ഒരു സ്റ്റാൻഡേർഡ് ആയിട്ട് ഒരു എത്തിക്സ് ഇല്ല, കാരണം ഇന്ത്യയിൽ ഡൈവേഴ്സ് കൾച്ചർ, ഡൈവേഴ്സ് റിലീജിയൻ ആകുമ്പോൾ ഓരോ സ്ഥലത്ത് മാറിക്കൊണ്ടിരിക്കും. ആ പ്യൂർലി റിലേറ്റീവ് ആയിട്ടുള്ള കാര്യമാണ്. റിലേറ്റീവ് ആണ് അത്. ഇൻഡിവിജ്വൽ ബിലീഫിനെ ഡിപ്പെൻഡ് ചെയ്യുമോ അതൊരു സൊസൈറ്റി ബിലീഫിനെ ഡിപ്പെൻഡ് ചെയ്യുന്നതുകൊണ്ടാണല്ലോ റിലേറ്റീവ് ആയത്. സൊസൈറ്റി ഇതാണെങ്കിൽ സ്റ്റാൻഡേർഡ് ആണല്ലോ, യൂണിവേഴ്സലായിട്ട് വരുള്ളൂ. ഇൻഡിവിജ്വലായിട്ട് മാറുമല്ല. ഇന്ത്യയിൽ മാത്രമല്ല, ഒരു കൾച്ചർ, ഒരു കമ്മ്യൂണിറ്റി അങ്ങനെ പോകും. ഇപ്പം നമ്മൾ പല ആളുകളുടെ ഇങ്ങനെ സബ്ജക്റ്റീവായിട്ടുള്ള ബിലീഫ് വരുമ്പോൾ ഈ നമുക്കൊരു മോറൽ ഡിലിമ ഉണ്ടാവുമല്ലോ. അന്ന് ഒറ്റ കാര്യമുള്ളൂ, അടിച്ചേൽപ്പിക്കാതിരിക്കുക. നമ്മളുടെ ഇത് മറ്റേ ആളെ അടിച്ചേൽപ്പിക്കാതിരിക്കുക. അവരവരുടെ ഇഷ്ടം ജീവിക്കുക, നിങ്ങൾ നിങ്ങളുടെ ഇഷ്ടം ജീവിക്കുക. ഈ രണ്ടിനോട് കൂട്ടി കുഴക്കരുത്, കൂട്ടി കുഴക്കുകയും ചെയ്യരുത്, അടിച്ചേൽപ്പിക്കുകയും ചെയ്യരുത്. അത് പോസിബിൾ ആണോ? പക്ഷെ അപ്പം അങ്ങനെയാണെങ്കിൽ ഗാന്ധി എങ്ങനെ ഇവരെല്ലാം കൊണ്ടുവന്നു, ഇവരെല്ലാവരും കൊണ്ടുവന്നു. അത് നമ്മളൊരു അത് അവിടെ ഒരു അതിൻ്റെതായ ഒരു എത്തിക്സുമാണ്. മീൻസ് ആളുകൾ കോംപ്രമൈസ് ചെയ്യണം, ഫെനറ്റിക് ആവരുത്. അവിടെ റിലീജിയനിൽ പ്രശ്നം വരും, റിലീജിയൻ വരുമ്പോൾ ഫെനറ്റിക് ആവും. ഇപ്പോൾ ബീഫിൻ്റെ കാര്യത്തിൽ നിങ്ങളുടെ സിസ്റ്റം മറ്റേ എന്തിനാണ് ഇംപ്ലിമെൻറ്റ് ചെയ്യുന്നത്? അടിച്ചേൽപ്പിക്കണം, അത് നിങ്ങളുടെ ബിലീഫ്. അതൊക്കെയാണ് ഇവിടെ പല ഇടത്തും പ്രശ്നം വരുന്നത്. ഒരാൾക്ക് ബീഫ് കഴിക്കാൻ താല്പര്യം അതിൽ കഴിക്കട്ടെ, ഇല്ലാത്തവർ കഴിക്കണ്ട. ഇത് നിങ്ങളുടെ വിശ്വാസം മറ്റൊരാളെ അടിച്ചേൽപ്പിക്കേണ്ട ആവശ്യം എന്താണ്? ഇപ്പൊ പൊതുവെ ഒരു ഇൻഡിവിജ്വാലിറ്റി എല്ലാവർക്കും ഉണ്ട്, അവരുടേതായ സെൽഫ് തോട്ട്സും സെൽഫിഷ് തോട്ട്സ് ഒക്കെ എല്ലാവർക്കും ഉണ്ട്. അപ്പൊ അവരിപ്പം നേരത്തെ പറഞ്ഞ പോലെ എൻ്റെ ഇഷ്ടം എന്താണോ അതിനനുസരിച്ച് ഞാൻ ജീവിക്കുന്നു. പക്ഷെ ഒരു കോമൺ പ്രോബ്ലം വന്നാല് ഈ ഇഷ്യൂ, ഇപ്പൊ ഗാന്ധി ആണെങ്കിലും ഫ്രീഡം വേണം, കളക്റ്റീവ് ഫ്രീഡം വേണം, ഇൻഡിവിജ്വൽ ഫ്രീഡം, രണ്ടും വേണം. ഏതോ ഒരെണ്ണം മാത്രമായി പോരാ. യൂറോപ്പിൽ പോയി കഴിഞ്ഞാൽ ഇൻഡിവിജ്വൽ മാത്രമാണ്, ഇവിടെ ആയിക്കഴിഞ്ഞാൽ കളക്റ്റീവ് മാത്രം. അങ്ങനെയല്ല, എല്ലാം കമ്പൈൻ ചെയ്യണം, രണ്ടും വേണം. ആ പറഞ്ഞ ആക്ച്വലി കറക്റ്റ്. ഇപ്പൊ നമ്മള് ഇൻഡിവിജ്വൽ ബിലീഫ് മാത്രമായി പോവാണെങ്കിൽ, അല്ലെങ്കിൽ കളക്റ്റീവ് മാത്രം ആയാലും ശരിയാവില്ല, രണ്ടും കളക്റ്റീവ് മാത്രം ആയി കഴിഞ്ഞാൽ അത് പിന്നെ എന്താ പറയുന്നത്, ഫ്രീഡം ഉണ്ടാവില്ല. ഇൻഡിവിജ്വൽ മാത്രം ആയി കഴിഞ്ഞാൽ റൂൾ ചെയ്യുന്ന സിസ്റ്റം രണ്ടും വേണം. ഇൻഡിവിജ്വൽ ഫ്രീഡം കൂടെ അലൗ ചെയ്തിട്ടുള്ള ഒരു സിസ്റ്റമാണ് കുഴപ്പമില്ല. ഇപ്പൊ ഇൻഡിവിജ്വലിസം മാത്രമാണ് കുഴപ്പമെന്ന് വെച്ച് കഴിഞ്ഞാൽ ആർക്കും ആരോട് യാതൊരു മോറൽ ഒബ്ലിഗേഷൻസും ഉണ്ടാവില്ല. അപ്പൊ എനിക്ക് നിങ്ങളോട് യാതൊരു മൈത്രിയിൽ പോലെ ആൾക്കാർ പറയുന്നത് ഒരു ഇൻഡിവിജ്വൽ ആ രീതിയിലാണ് പറയുന്നത്. മൈത്രേൻ അത് ഒരു സ്റ്റേജ് കഴിയുമ്പോഴേക്ക് അരാജകത്വം അങ്ങനത്തെ ഇതിലേക്ക് പോകും. ഫിലോസഫിയിൽ കോണ്ടം ഫിലോസഫിയിൽ സ്റ്റാർട്ടർ പറയുന്ന ആളുണ്ട്, ഇവരെല്ലാം ഇൻഡിവിജ്വൽ ഫ്രീഡമാണ് പറയുന്നത്. പക്ഷെ അതേ സമയത്ത് റൂൾസ് പോലെ ആൾക്കാർ പറയുന്നത് ഓവറോൾ ഫ്രീഡം പറയണം. ഓവറോൾ രണ്ടും വേണം. നമ്മൾ എന്ത് കാര്യമാണെങ്കിലും എല്ലാം വേണം. ഇപ്പോൾ ഇൻ്റലിജൻസ് ആയാലും എല്ലാം പലരുടെ കോമ്പിനേഷനാണ്, ഒരെണ്ണം മാത്രമല്ല. നമ്മൾ മോറൽ ഒബ്ലിഗേഷൻ്റെ കാര്യം പറയുമ്പോഴേ നമുക്ക് ദർ ആർ ഡിഫൈൻഡ് ഡ്യൂട്ടീസ് ഇൻ അവർ കോൺസ്റ്റിറ്റ്യൂഷൻ. ഒരു സിറ്റിസൺ ഇന്ന കാര്യങ്ങൾ സൊസൈറ്റിക്ക് വേണ്ടി അല്ലെങ്കിൽ രാജ്യത്തിന് വേണ്ടി ചെയ്യണം. അപ്പോൾ സമൂഹത്തിൻ്റെ കാര്യത്തിലും ഈ സംഭവമുണ്ട്. ഡു യു തിങ്ക് മോറൽ ഒബ്ലിഗേഷൻസ് ആർ നെസസറി? വേണമല്ലോ, നമ്മൾ സോഷ്യൽ കമ്മിറ്റ്മെൻറ്റ് ഇങ്ങനത്തെ കാര്യം വേണമല്ലോ. അങ്ങനെ അത് സോഷ്യൽ കമ്മിറ്റ്മെൻറ്റ് പോലെ കാര്യങ്ങൾ വളരെ ഇമ്പോർട്ടൻ്റ് ആണ്. വെസ്റ്റേൺ കൺട്രീസിൽ അതുണ്ട്, ഇവിടെ ഇന്ത്യയിലല്ല, ഇവിടെ അത് കുറവാണ്. അതുകൊണ്ടാണ് കറപ്ഷൻ മറ്റുള്ള വരുന്നത്. നമുക്ക് നോൺ ഹ്യൂമൻ, അതായത് നമ്മുടെ സ്പീഷീസ് അല്ലാത്ത അല്ല, അതാണ് നാച്ചുറലിസം. നാച്ചുറലിസം എന്നതാണ് ഒരു ബ്രോഡ് മൈൻഡ് കോൺസെപ്റ്റാണ്. മനുഷ്യർ മാത്രമല്ല, പ്ലാന്റ്സും ആനിമൽസും എല്ലാം കമ്പൈൻ ചെയ്തതാണ്. ഇപ്പോൾ ഈ ക്രിസ്ത്യാനിറ്റിയിൽ വരുമ്പോഴാണ് ഈ ഇൻഡിവിജ്വൽ മാത്രം, ഈ ഹ്യൂമൻ ബീങ് മാത്രം വരുന്നത്. അങ്ങനെ വന്നപ്പോഴാണ് ഈ എൻവയോൺമെൻറ്റ് ഡിഗ്രേഡ് ആയത്. എല്ലാം ഈ പാട്രിയാർക്കിയും ഈ ക്രിസ്ത്യാനിറ്റിയും ഇൻഡസ്ട്രിയൽ റെവല്യൂഷനും മറ്റുള്ള കാരണമാണ് ഈ എൻവയോൺമെൻറ്റൽ എത്തിക്സ് ഉണ്ട്. എൻവയോൺമെൻറ്റ് ഇത്രയും ക്ലൈമറ്റ് ചേഞ്ചിൽ ഇത്ര വരാൻ കാരണം ഇൻഡസ്ട്രിയൽ റെവല്യൂഷനും പിന്നെ ഈ ഹ്യൂമനിസ്റ്റെക്കാട്ടും വേണ്ടത് നാച്ചുറലിസമാണ്. ഹ്യൂമനിസം പറഞ്ഞാൽ മനുഷ്യർ മാത്രമേ ഉള്ളൂ. നമ്മൾ മൃഗങ്ങളെക്കുറിച്ച് മറ്റെല്ലാം ചിന്തിക്കുമ്പോഴാണ് ഈ എൻവയോൺമെൻറ്റൽ എത്തിക്സ് വരുള്ളൂ.